ചായ തട്ടല്ലേ. ഇപ്പോൾ എൻ്റെ വീഡിയോസിൽ എൻ്റെ വ്ളോഗ്സ് തുടങ്ങുന്നതെല്ലാം ഈ ഒരു രംഗം കാണിച്ചുകൊണ്ടായിരിക്കും. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അഭിപ്രായമാണ്, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്നൊക്കെ. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് സന്തോഷം കിട്ടുന്നതും എനിക്ക് സമാധാനം കിട്ടുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അതുമാത്രമല്ല, അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്നതല്ലാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഇല്ല, ആർക്കും ഒരു നഷ്ടവും ഇല്ല. ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ എന്താ പറയുക, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നതും അത് നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തുന്നതും. അപ്പോൾ അങ്ങനെ ആരും ചിന്തിക്കേണ്ട. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് വിളക്ക് കത്തിക്കുന്നതും ഒക്കെ എനിക്ക് ദിവസവും ഈ പൂക്കളം ഇടാനായിട്ട്, അത്തപ്പൂ ഇടാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ ഇവിടെ കുറച്ച് പരിമിതികളുണ്ട്. പൂക്കളൊന്നും പറിക്കാനൊന്നും ഇല്ല, അങ്ങനത്തെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നും രാവിലെ അതിന് പകരമായിട്ട് കുളിച്ച് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ വിളക്ക് കത്തിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിപ്പോൾ രാവിലെ ആയാലും വൈകിട്ടായാലും അത് ഭയങ്കര ഒരു നല്ല ഒരു, എനിക്കൊരു പോസിറ്റീവ് ഫീൽ തരുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഭക്തി എന്നതിലുപരി അതൊരു സമാധാനം, അങ്ങനെ വേണമെങ്കിൽ പറയാം. വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതെല്ലാവർക്കും എന്താ പറയുക, അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അടിച്ചേൽപ്പിക്കാനും നിൽക്കുന്നില്ല കേട്ടോ. കാരണം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടവും ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ രീതികളാണ്. അങ്ങനെയൊക്കെ ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ളത്. ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കുറച്ച് ഓവറാണ് എന്ന് തോന്നിയത് ചിലപ്പോൾ അവർക്ക് അത് അതിനോടൊന്നും താല്പര്യം കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്കൊക്കെ അങ്ങനെ തോന്നിയത്. അപ്പോൾ വീഡിയോയിലോട്ട് വരാം. ഇന്നും ഞങ്ങൾ ചെറിയൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു, ഒരു കറക്കം പോലെ. ഞാനും നിലുസും മാത്രമേ ഉള്ളൂ. ചേട്ടായി വീട്ടിലില്ല, ചേട്ടായി മീറ്റിങ്ങിന് പോയേക്കുവാണ് തൃശ്ശൂർ. ഇന്നലെ രാത്രിയിൽ പോയി, ഇനി നാളെ രാവിലെ തിരിച്ചു വരുള്ളൂ. അതിനൊരു ഉടക്കം കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. രാവിലെ പോയി കഴിഞ്ഞിട്ട് വൈകിട്ട് രാത്രിയിൽ ഞങ്ങൾ ഈ സൂവിലൊക്കെ പോയി അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 6:30 ആയി. ഞങ്ങൾ ഉച്ചയ്ക്ക് 2:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ വെയിലൊക്കെ താന്നിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം 6:30 ആയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. ഈ വീട്ടിലെത്തി രാത്രി ആയിട്ടും വിളി വന്നിട്ടില്ല. എന്നാൽ എത്തിയെന്ന് വിളിച്ച് പറയുമോ, മെസ്സേജ് ഇടുമോ, ഒന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് മെസ്സേജ് ഇടാമല്ലോ, അതും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഒരു വീട്ടിൽ നിന്ന് ഒരാളിപ്പം എവിടെയെങ്കിലും ഒന്ന് പോകുമ്പം പോകുന്ന ആൾ എത്തിക്കഴിയുമ്പം, ചെല്ലേണ്ടടുത്ത് എത്തിക്കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് പറയുമോ, അല്ലെങ്കിൽ പോട്ടെ, സമയം വിളിക്കാനായിട്ടുള്ള സമയം കാണത്തില്ല, സംസാരിക്കാൻ സമയം കാണത്തില്ല, മെസ്സേജെങ്കിലും ഇടുമല്ലോ. എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത്. ഇപ്പം വിളിച്ചില്ല, അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കുന്ന പോലുമില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ടെൻഷൻ എന്തുവാന്ന് ഈ പോകുന്നവർക്ക് വല്ലതും മനസ്സിലാവുമോ? അതുമില്ല. അതിന് വേണ്ടിയിട്ടൊരു പൊരിഞ്ഞടി നടന്നിട്ടുണ്ട്. ഇനി വരുമ്പോൾ അറിയാം എങ്ങനെ ആയിരിക്കും, എന്തോ ആയിരിക്കുമെന്ന്. അതൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് സൂവിൽ പോയി, ഞാനും നീലൂസും കൂടി. അപ്പോൾ സൂവിൽ പോയിട്ട് മൃഗങ്ങളെയൊക്കെ കണ്ടു. ലയൺ, ടൈഗർ, ബെയർ, മങ്കി, അങ്ങനെ എല്ലാം കണ്ടു. അങ്ങനെ അതാ സിംഹം ഇവിടെ ഇങ്ങനെ കിടന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക. ഉച്ച സമയമായതുകൊണ്ട് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് അടിച്ചുകൊണ്ട് കിടക്കുവാണ്. ഇവൻ ഫുഡ് അടിച്ചിട്ട് പോയിട്ട് അവൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഭാര്യയ്ക്കുള്ളത് കൊടുക്കുവാണ് കേട്ടോ. ഭാര്യ അവിടെ മാറി കിടന്ന് ഉറങ്ങുമായിരുന്നെന്ന് തോന്നുന്നു. പോയി ഒറ്റ അടി കൊടുത്തു, പോയി തിന്നടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓടി വന്നിട്ട് ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്തോ ഒരു വലുപ്പമാണെന്ന് നോക്കിയേ. ഞാൻ ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ സൂവിൽ, പക്ഷേ അത്രയും വലിപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഇതിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, ഇതിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. അവിടെ ഉള്ള 2 സിംഹക്കുട്ടികളുണ്ട് കേട്ടോ. അതുങ്ങളെ കൂട്ടിലിട്ടേക്കുക. അതുങ്ങളെ കാണാനും കൂടിയാണ് ഞങ്ങൾ പോയത്. പിന്നെ സീബ്ര ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ സീബ്രേനെ ഒന്നും കണ്ടില്ല കേട്ടോ. അതാ കാണ്ടാമൃഗം ഉണ്ടായിരുന്നു. കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി ഉണ്ടോ ഇല്ലേ, നമ്മുടെ ചാക്കൊക്കെ ഉണ്ടല്ലോ, ചാക്ക് വിരിച്ച് പുറത്തുകൂടി ഇട്ടേക്കുന്ന പോലെ ഉണ്ട്.
അതിങ്ങനെ അനങ്ങാതെ നിൽക്കുമായിരുന്നു കേട്ടോ. ഇതിൻ്റെ കണ്ണ് കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ കുറേ സമയമെടുത്തു. പിന്നെ ഞങ്ങൾ നടന്നാണെങ്കിൽ ഊപ്പാട് വന്നു. എന്തായാലും ഭാഗ്യം കൊണ്ട് നീലൂസ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ സൂവിൽ കൊണ്ടുപോകണമെങ്കിൽ നടന്നേ പറ്റൂ, അമ്മയുടെ അടുത്ത് എടുക്കാനായിട്ട് പറയരുതെന്ന് പറഞ്ഞപ്പോഴത്തേനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതുകൊണ്ട് എടുക്കാൻ പറഞ്ഞതൊന്നുമില്ല കേട്ടോ. തന്നെ നടന്നു വന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് പിന്നെ നടന്ന് അങ്ങനെയൊക്കെയായിരുന്നു പോയത്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടോട്ടോ. അതുങ്ങളെല്ലാം വെള്ളത്തിലായിരുന്നു. ഞാൻ എപ്പോൾ ചെന്നാലും വെള്ളത്തിൽ കിടക്കും. ഞാൻ ആദ്യമായിട്ട് സൂവിൽ പോയ സമയത്ത് കരയ്ക്ക് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് അന്ന് നന്നായിട്ട് കണ്ടു. പിന്നെ ഞാൻ പോയപ്പോഴൊന്നും ഇതുങ്ങളെ കരയ്ക്ക് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും വെള്ളത്തിലായിരുന്നു. പിന്നെ കുറേ പലതരം വെറൈറ്റി മാനുകളുണ്ടായിരുന്നു. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും സൂവിലൊക്കെ പോയിട്ട് മടുത്തവരായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഏതാണ്, ആരൊക്കെയാണ് എന്നൊക്കെ. വിവിധ തരത്തിലുള്ള മാനുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇതെൻ്റെ മാനാണ്. എൻ്റെ മാനാണെങ്കിൽ ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ. നീലു 2-3 പ്രാവശ്യം എന്തോ സൂവിൽ പോയി, ഇതും കൂടെ കൂട്ടി. അതിൽ ഏറ്റവും അവൻ ത്രില്ലടിച്ച് വന്നത് ഈ ഒരു സമയത്തായിരുന്നു. കാരണം ഇപ്പോഴാണ് അവൻ ഇതിനെ പറ്റിയൊക്കെ അറിയാനായിട്ട് തുടങ്ങിയത്. ലയൺ, ടൈഗർ ഇതിനെ പറ്റിയൊക്കെ പടം കണ്ട് പറയാനായിട്ട് തുടങ്ങിയത്. അപ്പോഴാണ് അവൻ നേരിട്ട് കണ്ടപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, സന്തോഷം പ്രകടിപ്പിച്ച് തുടങ്ങിയത്. ഇത്രയും നാളും ജസ്റ്റ് ഒന്ന് കാണുന്നു, ഓക്കെ സിംഹം, അങ്ങനെയൊക്കെ ഒരു ഭാവം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അവന്. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് വന്ന് ചായ കുടിച്ചു കേട്ടോ. ചായ, അവന് സമൂസയും കട്ട്ലറ്റും വേണമായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. സമൂസ കഴിക്കുന്നെങ്കിൽ ഇത്രയും എക്സ്പ്രഷൻ ഇട്ട് ആസ്വദിച്ച് കഴിക്കണം എന്നാണ് എൻ്റെ കൊച്ചു പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ അവിടെ പുള്ളിപ്പുലി ഉണ്ടായിരുന്നു. പുള്ളിപ്പുലിയാണെങ്കിൽ എനിക്ക് വാക്കിങ്ങിന് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ നടന്ന് ഇപ്പുറത്ത് വരുമ്പോൾ ഓടിയവൻ പോയി അവിടെ നിൽക്കും അതിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മേളിൽ കയറി കിടന്നേ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. എല്ലാം നല്ല അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ ടൈഗർ മാത്രം ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതുകൊണ്ടായിരിക്കാം അത് ഒരു ചെറിയ മയക്കത്തിലായിരുന്നു. ഒരെണ്ണം ആണെങ്കിൽ അയ്യോ എന്നെ ഒന്നും പറയല്ലേ, എന്നെ വിളിക്കല്ലേ എന്നുള്ളൊരു ഭാവത്തിൽ തിരിഞ്ഞു കിടക്കുമായിരുന്നു. ഇത് പിന്നെ ഇങ്ങോട്ട് തല വെച്ച് കിടക്കുക കേട്ടോ ഈ ടൈഗർ. അങ്ങനെ ഇതിനെ ഇപ്പോഴെങ്ങാണ്ട് കൊണ്ടുവന്നതാന്ന് തോന്നുന്നു കേട്ടോ ഈ പുള്ളിപ്പുലിനെ. ഇതാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു കേട്ടോ. പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ. ഞങ്ങളെ കൈ കിട്ടിയായിരുന്നെങ്കിൽ അപ്പം തന്നെ തീർക്കും, ആ ഒരു ഇതിൽ കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ സിംഹക്കുട്ടികൾ ഇവർ രണ്ടുപേരുമാണ് കേട്ടോ. പക്ഷേ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മൾ ഈ പട്ടിക്കുട്ടികളെയും പൂച്ചക്കുട്ടികളെയൊക്കെ വീട്ടിൽ വളർത്തുമ്പം അവരുടെ ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, അതേപോലെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു ഈ കുഞ്ഞ് 2 മക്കളെ കാണാനായിട്ട്. ഇതൊരാളാണ്, ഒരാളിപ്പം വരും കേട്ടോ. 2 പേരുണ്ട്. ഇതിനെ വാർത്തയിൽ ഞാൻ കണ്ടതാണ്. ഇതിൻ്റെ അമ്മ ഉപേക്ഷിച്ചതാണെന്നാണ് പറയുന്നത്. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ 2 പേരെ അതിൻ്റെ അമ്മയ്ക്ക് വേണ്ട, അതുകൊണ്ട് ഇങ്ങനെ മാറ്റി കിടത്തിയിരിക്കുന്നു കേട്ടോ. 2 പേരും ഒരുമിച്ചാട്ടോ അടിപൊളിയാണ് കളിക്കുന്നതൊക്കെ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല അടിപൊളി ഓമനത്വമുള്ള 2 സഹോദരങ്ങൾ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സൂവിലെല്ലാം കയറി എല്ലാവരെയും കണ്ട്. പിന്നെ ലാസ്റ്റ് ഉരകങ്ങളല്ലേ, അപ്പോൾ അവരെയും കൂടി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെ ഞങ്ങൾ സൂര്യകാന്തിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട്, കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഇത് ഒട്ടക പക്ഷി, അതെന്തോ വന്ന് പറയുന്നുണ്ടായിരുന്നു, അതൊന്നും മനസ്സിലാവുന്നില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ വലുപ്പവും ആ ഒരു മുഖത്തിൻ്റെ ക്യൂട്ട്നെസ്സും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾ പാമ്പുകളെയും കൂടെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഇരുന്നൊക്കെയായിരുന്നു വന്നത്. കാരണം ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ നടക്കാനായിട്ട് പറ്റൂല. കാല് നല്ല രീതിയിൽ വേദന എടുക്കും, നല്ല രീതിയിൽ ശ്വാസം മുട്ടും. അതുകൊണ്ട് ഞങ്ങൾ ഇരുന്നാണ് വന്നത്. പിന്നെ ഞങ്ങൾ മേളിൽ പോയിട്ട് സൂര്യകാന്തിപ്പാടം കാണാനായിട്ട് ഇരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സൂര്യകാന്തിപ്പാടം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഈ കനകക്കുന്നിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അവിടോട്ട് ചെന്ന് കയറിയപ്പോൾ എൻ്റെ പൊന്നേ എന്തോ രസമായിരുന്നെന്നറിയാമോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാ സൂര്യകാന്തികളെല്ലാം ഒരേപോലെ ഇങ്ങനെ പൂത്ത് വിടർന്നിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നീലൂസിന് പിന്നെ ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെ ഇരുന്ന് അവനത് കഴിക്കുക കേട്ടോ. ഞാൻ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ ഒരു ഡ്രസ്സ് കൊണ്ടുപോയത്
തോളത്തൂടി ഇങ്ങനെ എടുത്തിട്ട് കൊടുത്തു, അതിലാവുന്നെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ അവൻ മണ്ണിൽ കളിക്കാനായിട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. ഞാനും വിചാരിച്ചു മണ്ണിലിറങ്ങി കളിക്കട്ടെ. നമ്മുടെ വീട്ടിലാണെങ്കിൽ മണ്ണിലിറങ്ങി കളിക്കാനായിട്ടൊന്നുമുള്ള സൗകര്യമൊന്നുമില്ല, ആകപ്പാടെ ഇങ്ങനത്തെ ഉള്ള സ്ഥലത്തൊക്കെ വരണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മുടേത് പോയത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നിട്ട് പിന്നെ കുറച്ച് നേരം നടന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ചേട്ടാ ഇങ്ങ് വരട്ടെ, വരുമ്പോൾ ഞാൻ നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട്. കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതുപോലെ മീറ്റിങ്ങിലാണേലും പോയി കഴിയുമ്പോൾ അതും ദൂരെയാണ്, ട്രിവാൻഡ്രത്തു നിന്ന് തൃശ്ശൂർ വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തുമാത്രം ദൂരം കാണുമെന്ന്. അപ്പം പോയി കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് വിളിക്കണ്ട, മെസ്സേജെങ്കിലും ഇടാമല്ലോ, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയല്ലോ, ഞാനിവിടെ എത്തി, അല്ലെങ്കിൽ ഉച്ചക്കലത്തെ കാര്യങ്ങൾ, ഫുഡ് കഴിക്കാനിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. ഇത് അതുപോലും ഇല്ല. എന്നാൽ അങ്ങോട്ട് വിളിച്ചാലോട്ട് എടുക്കുമോ, അതും ഇല്ല. എടുത്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി, ഞാനിതുപോലെ മീറ്റിങ്ങിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ തിരക്കാണ്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ മതി. അപ്പം നമുക്കൊരു ആശ്വാസം കിട്ടും, അപ്പുറത്തുനിന്ന് സംസാരിച്ചല്ലോ എന്നുള്ളൊരിത്. ഇത് അതുപോലും ഇല്ലാതിരിക്കുമ്പോൾ ഉള്ളൊരവസ്ഥ, നമ്മൾ തിരിച്ചങ്ങോട്ട് ചെയ്യുമ്പം നമുക്കായിരിക്കും കുറ്റം, അത് ഭയങ്കര വലിയ കുറ്റമായിരിക്കും. ഇതിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും എപ്പോഴും പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പോയി കഴിഞ്ഞാൽ വിളിക്കത്തില്ല, ഒരു വിളി, ഫോൺ കോള്, അല്ലെങ്കിൽ എപ്പം മീറ്റിങ്ങിന് തൃശ്ശൂരാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴിങ്ങനെ വിളിക്കത്തില്ലടാ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.